വാർത്തയിലാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ആരംഭിച്ച് ഒരു വ്യാഴവട്ടം പൂർത്തിയായിട്ടും പദ്ധതി ലക്ഷ്യത്തിലെത്തിയില്ല. പ്രതിവർഷം 12 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 7 ലക്ഷം മാത്രമേ ആയിട്ടുള്ളൂ. ടെർമിനൽ ശേഷിയുടെ പകുതി പോലും ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. 2011 3200 കോടി രൂപ മുടക്കി ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ വല്ലാർപാടത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ദുബായ് തുറമുഖ ട്രസ്റ്റിന്റെ പങ്കാളിത്തമുള്ള പദ്ധതി 115 ഹെക്ടറിലാണ് നടപ്പാക്കിയത്. 605 മീറ്ററാണ് വാർഫിന്റെ നീളം. വർഷം 12 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതാണ് ടെർമിനൽ. എന്നാൽ 7 ലക്ഷം കണ്ടെയ്നറുകളെ ഇവിടെ എത്തുന്നുള്ളൂ. കൂടുതൽ കപ്പലുകളെ ആകർഷിക്കാൻ വെസൽ ചാർജിൽ 86% വരെ ഇളവും നൽകി. എന്നിട്ടും ഫലമുണ്ടായില്ല. പ്രതിവർഷം ഏതാണ്ട് 150-160 കോടി രൂപ വീതം കൊച്ചി തുറമുഖം ചെലവഴിച്ചും കപ്പൽ കമ്പനികൾ സൗജന്യം അനുവദിക്കാൻ വേണ്ടി പ്രതിവർഷം 50-60 കോടി രൂപ ചെലവഴിച്ചും പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനം യഥാർത്ഥത്തിൽ സാമ്പത്തികമായോ തൊഴിൽപരമായോ വ്യാവസായികമായോ വാണിജ്യപരമായോ ഒരു തരത്തിലും കൊച്ചി തുറമുഖത്തിനോ കേരളത്തിനോ ഗുണകരമായിട്ടില്ല എന്നുള്ളതാണ് അനുഭവം ബോധ്യപ്പെടുത്തുന്നത്. വല്ലാർപാടത്തിന്റെ വികസനത്തിൽ കേന്ദ്ര സർക്കാരിനും ദുബായ് പോർട്ടിനും താൽപര്യക്കുറവുണ്ടെന്ന വിമർശനം ശക്തമാണ്. ഇക്കാര്യം കണ്ടറിഞ്ഞുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നടത്തേണ്ട സമയം അതിക്രമിച്ചു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും ദുബായ് പോർട്ട് വേൾഡും തമ്മിലുള്ള കരാറുകളിലെ പിശകുകളാണ് ഈ പദ്ധതി പരാജയപ്പെടുവാനുള്ള മുഖ്യ കാരണം. നയപരമായ ഇടപെടലുകൾ സർക്കാരുകൾ നടത്തിയാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.